CPIM നിർദ്ദേശം അവഗണിച്ച് വീണ്ടും പരസ്യമായി പ്രതികരിച്ച് PV അൻവർ. നീതിയില്ല എങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്ന് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലും ഉള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട് എന്നും അൻവർ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, പല ഘട്ടത്തിലും അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന സൂചനയായിരുന്നു ലഭിച്ചത്. താൻ ഇനി പ്രതികരണത്തിനില്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടികളും മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. പക്ഷേ അൻവർ അവസാനിപ്പിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, അൻവർ നിയന്ത്രണങ്ങൾക്ക് വിധേയനാകുന്നില്ല, നിർദ്ദേശങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ല. അൻവർ തന്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അൻവറിന്റെ വാർത്താ കുറിപ്പ് അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ഇന്ന് 4:30 നിലമ്പൂർ TV-യിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനു മുൻപേ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളിൽ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വിശ്വാസങ്ങൾക്കും വിധേയത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യരിലും ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലാണ്. താൽക്കാലികത എന്ന വാക്ക് അത് പ്രത്യേകം നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാസ്റ്റർ അൻവറിനെ തള്ളിപ്പറഞ്ഞതും അൻവർ പാർട്ടിക്ക് വിധേയനാവേണ്ടതിന്റെ കാര്യവും അൻവറിന്റെ വാക്കുകൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അൻവർ എഴുതി നൽകിയ ശശിക്കെതിരായ പരാതി തള്ളുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് അൻവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ADGP-ക്കെതിരെ ഉള്ള അന്വേഷണം അത് ഉറക്കം നടിക്കുന്നവരോ ഉണ്ടെത്താനാകില്ല എന്നും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ADGP-യെ മാറ്റി നിർത്തി നടത്തിയാൽ മാത്രമേ ഫലം കാണുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വീണ്ടും തുറന്നു പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം വന്നതും അതിൽ അൻവറിനെ തള്ളിപ്പറഞ്ഞതും. ഇന്നിപ്പോൾ വൈകുന്നേരം 4:30 നിലമ്പൂർ TV-യിൽ വെച്ച് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. 4 ദിവസം മുൻപായിരുന്നു മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതിന് ശേഷം അദ്ദേഹം നിലമ്പൂർ TV-യിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടിയിൽ നിന്ന് ഇത് ലഭിച്ചില്ലെങ്കിൽ അപ്പോൾ കാര്യങ്ങൾ പറയാം എന്നായിരുന്നു. എന്താണെങ്കിലും പാർട്ടി എങ്ങനെയാണ് അൻവറിന്റെ പരാതിയെ പരിഗണിക്കുന്നതെന്നും ഏത് തരത്തിലാണ് അതിനോടുള്ള സമീപനമെന്നൊക്കെ ഇതിനോടൊപ്പം തന്നെ വ്യക്തമായ സാഹചര്യത്തിൽ അൻവർ കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തെങ്കിലും കടുത്ത പ്രഖ്യാപനങ്ങൾ അൻവറിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻപ് അൻവറിനെതിരെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന UDF നേതാക്കളുടെ എല്ലാം ആറ്റിറ്റ്യൂഡ്, അവരുടെ സമീപനമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് VD സതീശൻ തന്നെ അൻവറിന്റെ ചോദ്യങ്ങളോട് നൽകിയ മറുപടി നമുക്ക് കേട്ടാൽ മനസ്സിലാകും. അൻവറിനുള്ള സമീപനത്തിൽ മാറ്റം വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് UDF-ലും എന്നുള്ളത്. എന്താണെങ്കിലും ഒരു മുന്നണി മാറ്റമോ പാർട്ടി മാറ്റമോ ഒന്നും ഒറ്റയടിക്ക് പ്രതീക്ഷിക്കാനാകില്ലെങ്കിൽ പോലും പാർട്ടിയുമായിട്ട് താൻ ചേർന്ന് പോകില്ല എന്ന കാര്യം അൻവർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നീട് എന്ത് എന്നുള്ള ഒരു ചോദ്യം ഉയരും. തീർച്ചയായും അവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ PV അൻവർ പരാതി ഉന്നയിക്കുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, പാർട്ടി നേതാക്കളെ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞ ശേഷവും അൻവറെ തള്ളിപ്പറയുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ചെയ്തത്. P ശശിക്ക് മുഖ്യമന്ത്രി ആദ്യം ക്ലീൻ ചിറ്റ് നൽകുന്നു, തൊട്ടു പിന്നാലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്ലീൻ ചിറ്റ് നൽകുന്നു. ഇന്നലെ MV ഗോവിന്ദൻ തന്നെ സൂചിപ്പിച്ചത് അങ്ങനെ ഉന്നയിക്കുന്ന അൻവർ പറയുന്നത് പോലെയുള്ള ആളല്ല P ശശി എന്നാണ് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം അൻവർ ആകട്ടെ ഈ RSS-ഉമായുള്ള കൂടിക്കാഴ്ച പോലെയുള്ള വിഷയങ്ങളിലെ അന്വേഷണത്തെ വലിയ തമാശ എന്നാണ് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ പാർട്ടി അംഗമൊന്നുമല്ല എന്നതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടിയൊന്നും സ്വീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ പാർലമെന്ററി പാർട്ടി അംഗമാണ് അൻവർ എന്നതുമുണ്ട്. അതോടൊപ്പം ഈ പാർട്ടി തന്നെ അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റു ചിലരാണ് അൻവറിന് പിന്നിൽ എന്ന ആക്ഷേപവും ശക്തമാകുന്ന പശ്ചാത്തലമുണ്ടല്ലോ. അതിനെ കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരില്ല. അതായത് തുടർച്ചയായി ഒരു പാർട്ടിയെ, ഒരു കൃത്യമായ സംവിധാനത്തെ, അധികാര കേന്ദ്രത്തെയാണ് തുടർച്ചയായി അൻവർ വെല്ലുവിളിക്കുന്നത്, അതും ആ മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ. അഭിലാഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ അവകാശപ്പെടുന്നത് പാർട്ടി അണികളുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ളതാണ്. താഴെ തട്ടിലുള്ള അണികൾ മുഴുവൻ തന്നോടൊപ്പമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ കണ്ണൂരിലെ സഖാക്കൾ
മക്കൾ എന്നോട് പറഞ്ഞതാണ് എൻ്റെ മൊബൈലിലുള്ള ശബ്ദ സന്ദേശങ്ങളൊക്കെ. അതൊക്കെ താഴെ തട്ടിൽ നിന്നുള്ള തന്നോടൊപ്പം നിൽക്കുന്നവരുടെ വികാരമാണ്. അതൊക്കെ പി ശശിക്കെതിരാണ്. അപ്പോൾ തനിക്ക് പാർട്ടിയിൽ ഇപ്പോഴും കൃത്യമായ ബന്ധങ്ങളുണ്ട്, വേരുറപ്പുണ്ട് എന്ന് അൻവർ ആവർത്തിക്കുമ്പോഴും പാർട്ടിയുടെ നേതൃത്വം അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അൻവർ ഗൗരവത്തോടെ പറഞ്ഞാലും അത് ഗൗരവത്തോടെ അല്ലെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അൻവറിന് മുമ്പിൽ എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അൻവറിന് ഈ ഒരു നിയമസഭയുടെ കാലാവധി കഴിയുന്നവരേക്ക് പാർട്ടി MLA അല്ലെങ്കിൽ സ്വതന്ത്ര MLA ആയിട്ട് തുടരാൻ തന്നെ സാധിക്കും. പക്ഷെ അടുത്ത തവണ അൻവർ എന്ത് ചെയ്യുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൻവറിന്റെ ഒരു ശൈലിയൊക്കെ അനുസരിച്ച് ചേർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് അദ്ദേഹം വെട്ടി തുറന്ന് പറയുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യും. നിലമ്പൂരിലൊരു സവിശേഷ സാഹചര്യം കൂടിയുണ്ട്. വയനാട് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തനിക്ക് ഇപ്പോഴുള്ള ആ ഒരു ഇമേജ്, അഴിമതിക്കെതിരെ പോരാടിയത് കൊണ്ട് പാർട്ടിയിൽ നിന്നും പിന്തുണ കിട്ടിയില്ല എന്ന പ്രതിച്ഛായയും സാധാരണക്കാരുടെ അടുത്തു നിന്നുള്ള സമീപനവും ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം വനം വകുപ്പിനെതിരെ തുറന്നടിച്ചു പറഞ്ഞ തന്നെ നിലമ്പൂരിൽ വന്യജീവി ആക്രമണം ഏറ്റവും രൂക്ഷമായ മേഖല അൻവറിന്റെ മണ്ഡലത്തിലാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ മലയോര കർഷകരുടെ ഭാഗത്തുനിന്നൊരു പിന്തുണ, അങ്ങനെ പലതും ലക്ഷ്യമിട്ടാണ് അൻവറിന്റെ ആ വനം വകുപ്പിനെതിരായ പ്രസംഗമൊക്കെ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു MLA സ്ഥാനം ഇപ്പോൾ രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പൊപ്പം നിലമ്പൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സ്വന്തമായി മത്സരിച്ച് സ്വന്തം നിലയിൽ വീണ്ടും കരുത്ത് തെളിയിച്ച് തിരിച്ചെത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാകില്ല. കാരണം PV അൻവർ ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണ് എന്നല്ല, അങ്ങനെ ആകാം എന്നൊരു സാധ്യതയാണ് ചേർത്ത് വെക്കേണ്ടത്. പക്ഷെ അത്രമേൽ കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ അൻവർ പോകുമെന്ന് നിരീക്ഷിക്കാനാകുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അങ്ങനെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങളോ, ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളോ, തീരുമാനങ്ങളോ, പ്രതികരണങ്ങളോ ഒക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അനുമോദ്? PV അൻവർ ആയതുകൊണ്ട് നമുക്കൊന്നും എന്തും പ്രതീക്ഷിക്കാം എന്നതാണ് അൻവറിന്റെ ഒരു ശൈലിയും അൻവറിന്റെ ഒരു രീതിയും. ഒന്നാമത് അൻവർ പാർട്ടി നടപടികളിലും പാർട്ടിയുടെ സമീപനത്തിലും വലിയ നിരാശനാണ്. അതുമാത്രമല്ല അമർഷവുമുണ്ട്. സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് വിധേയനായിട്ട് നിൽക്കുമ്പോഴും തൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോയേ തീരൂ എന്നാണ് അൻവർ പറയുന്നത്. ഒരുപക്ഷെ അൻവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരിക്കില്ല. അൻവർ അദ്ദേഹം മുൻപ് ഉയർത്തിയ ഏതെങ്കിലും കേസിന്റെ തുടർച്ചയായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഞാൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് സ്ഥാപിക്കാനും തെളിയിക്കാനും കഴിയുന്ന മറ്റെന്തെങ്കിലും കാര്യമോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുമായിരിക്കും. അതിനുള്ള സാധ്യതയും കാണുന്നു. പക്ഷേ ഈ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം, അതോടൊപ്പം നമ്മളൊരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. നിയാസ് പുളിക്കലകത്ത് എന്ന മുൻ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി, തിരുവരങ്ങാടിയിൽ 2 തവണ ഇടത് സ്വതന്ത്രമായി മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹം CPIയിലെ ജില്ലാ കൗൺസിൽ അംഗമാണ്, ഇപ്പോൾ ക്ഷണിതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോട് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹവും ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൽ കുറിക്കുന്നത്. ഈ ശിഷ്ടകാലം അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ജീർണത ഇന്ന് ഇടതുപക്ഷത്തേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ തന്റെയും മക്കളുടെയും മരുമക്കളുടെയും ഭാവി ഭാസുരമാക്കാൻ തന്നെ വളർത്തി വലുതാക്കിയ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിയർപ്പിന്റെയും ചുടുചോരയുടെയും മണമുള്ള പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുന്നവർ ആര് തന്നെയായാലും അവരോട് കടക്കുപുറത്ത് എന്ന് പറയാനുള്ള ആർജവം നേതാക്കൾക്കില്ലെങ്കിൽ തീർച്ചയായും അണികൾക്കിടയിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തന്റെ ഇടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണെന്ന് നമുക്കറിയാം. അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പരസ്യ പ്രകടനത്തിന് തയ്യാറല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആരെയും ഉദ്ദേശിച്ചല്ല എന്ന് ഈ ഒരു പോസ്റ്റ് പറയുമ്പോഴും ആരെയാണ് ഉദ്ദേശിക്കുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമുക്കൊക്കെ. അപ്പോൾ ഇവിടെ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു അന്തരീക്ഷം അത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന ചോദ്യവും ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും എന്താണ് അൻവർ പറയുന്നത് എന്നത് കാത്തിരിക്കുക മാത്രമാണ്. തീർച്ചയായും നമുക്ക് വൈകിട്ട് 5 മണി വരെ കാത്തിരിക്കാം. ഇനി അൻവറിന് എന്താണ് ഈ വിഷയങ്ങളിൽ കൂടുതലായി പറയാനുള്ളത് എന്നതാണ്. അൻവറിന് പൂർണ്ണമായും മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ എന്താണ് ഇനി കൂട്ടിച്ചേർക്കാനുള്ളത് എന്നത് ആ സമയത്ത് അറിയാം. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്.